അത് രാജു. എന്താ ഋതിക മാഡം, എന്തു പറ്റി? രാജു, ഞാൻ ദിവ്യയുടെ കാര്യം ആലോചിക്കുകയായിരുന്നു. പാവം, ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലേ? ദീപകിനെതിരായ ആ DNA റിപ്പോർട്ടിന്റെ കാര്യം പോലീസിലും മീഡിയയിലും അറിയിക്കരുതെന്ന് ഹോസ്പിറ്റലിൽ ഞാൻ പ്രത്യേക റിക്വസ്റ്റ് ചെയ്തിട്ടാ രഹസ്യമായി അത് അവരെന്നെ ഏൽപ്പിച്ചത്. ആ DNA റിപ്പോർട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ അവൾ ഈ വീട്ടില് ദീപകിന്റെ ഭാര്യയായിട്ടുണ്ടായിരുന്നേനെ. അങ്ങനെ സംഭവിച്ചിരുന്നെങ്കിൽ ദീപകിന് പിന്നെ ഒരിക്കലും നമ്മുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് തെളിയിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു അല്ലേ രാജു? ആ മാഡം എന്താ അങ്ങനെ പറഞ്ഞ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? എന്റെ പിന്നാലെയുള്ള ദീപകിന്റെ ശല്യം ഇല്ലാതെയാക്കി നമ്മുടെ വിവാഹം നടന്നിട്ടില്ല എന്ന് അച്ഛനോട് പറയാനും കൂടി വേണ്ടിയല്ലേ രാജു ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛൻ ദീപക്കാണെന്ന് തെളിയിക്കാൻ ധൃതി കാണിച്ചത്? അത് അങ്ങനെയല്ലേ മാഡം വേണ്ടത്? എന്തോ അങ്ങനെ നടക്കാൻ പാടില്ലെന്ന് ഞാൻ ചിന്തിച്ചു പോയി രാജു. എല്ലാ അച്ഛനെ അറിയിച്ച് നിന്റെ നിഷ്കളങ്കത തെളിയിക്കാനും ദിവ്യക്ക് നീതി വാങ്ങിച്ചു കൊടുക്കാനും നീ ശ്രമിച്ചപ്പോ സത്യങ്ങളൊന്നും പുറത്തു വരാതിരിക്കാനാ ഞാൻ ആഗ്രഹിച്ചത്. ഋതിക മാഡം എന്താ പറഞ്ഞു വരുന്ന? എനിക്കിപ്പോ കുറ്റബോധം തോന്നുന്നു രാജു. നിന്നെ പിരിയാനുള്ള വിഷമം കൊണ്ട് നീ അറിയാതെ DNA റിപ്പോർട്ട് എടുത്ത് മാറ്റിയത് ഞാന്. എന്താ എന്താ പറഞ്ഞേ? സത്യരാജു, നീ ദിവ്യയുടെ അവസ്ഥ രാവിലെ എന്നോട് പറഞ്ഞപ്പോഴാണ് എന്ത് വലിയ തെറ്റാ ഞാൻ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായത്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ഋതിക മാഡത്തിന് ഒരു ഭാഗത്തു കൂടി എല്ലാം ഒന്ന് ശരിയാക്കാൻ ഞാൻ പെടാപ്പാട് പെടുമ്പോ ഒരിക്കലും നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഋതിക മാഡം ഇങ്ങനെ എന്തൊരു കഷ്ടം ഇത്. പാവം ദിവ്യ ജീവിക്കാനുള്ള പ്രതീക്ഷയും ധൈര്യവും ഒക്കെ നഷ്ടപ്പെട്ട് അവള് വല്ല കടങ്ങി ചെയ്തിരുന്നെങ്കിലും അതിന്റെ പാപം ഋതിക മാഡത്തെ ഈ മനുഷ്യായുസിൽ വിട്ടു പോകുന്ന ഋതിക മാഡത്തിന് തോന്നുന്നുണ്ടോ? അല്ലെങ്കിൽ ഈ കൊട്ടാരം പോലുള്ള വീട്ടില് വായില് വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിച്ചു വീണ ഋതിക മാഡത്തിന് അതെങ്ങനെ മനസ്സിലാവാന്? നിങ്ങൊക്കെ കേട്ട് തട്ടിക്കളിക്കാനുള്ളതാണല്ലോ ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ ജീവിതം. ദിവ്യയോട് ദീപക് ചെയ്യുന്ന ക്രൂരതയ്ക്കും എന്നോട് ഋതിക മാഡം ചെയ്യുന്നതിനൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല ഋതിക മാഡം. രാജു,